നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരിതാ ചിലപ്പോൾ ഔലിയാക്കന്മാരെ വിളിക്കുന്നു, അവരിതാ ചിലപ്പോൾ നബിമാരെ വിളിക്കുന്നു. നിങ്ങൾ ചോദിക്കൂ അവരോട്, എന്തിനാണ് നിങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ നബിമാരോട് വിളിച്ചു തേടുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും, നമ്മളിതാ ധാരാളം പാപങ്ങൾ ചെയ്തവരാണ്, ധാരാളം തിന്മകൾ ചെയ്തവരാണ്, ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും അനേകം തെറ്റുകൾ ചെയ്തവരാണ്, നമുക്കൊരിക്കലും അള്ളാഹുവിലേക്ക് നേരിട്ടു പോകാൻ കഴിയുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിക്കാൻ ചില മധ്യസ്ഥന്മാരെ വേണം. നോക്കൂ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വിശ്വാസമാണ്. നിങ്ങൾക്കറിയുമോ, കഅബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ കഅബ തവാഫ് ചെയ്തിരുന്നത്, കഅബ പ്രദക്ഷിണം ചെയ്തിരുന്നത് നഗ്നരായിക്കൊണ്ടാണ്. അതിനവർ പറഞ്ഞു, ന്യായം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ ധിക്കരിച്ചത്, അതുകൊണ്ട് നമുക്ക് ഈ വസ്ത്രം അഴിച്ചു വെച്ച് അള്ളാഹുവിനെ ആരാധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം എന്താണ് എന്ന് അറിയാതെ പോയപ്പോൾ അവർക്ക് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കവേ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ചിരിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ ഒരു സഹാബി അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ റബ്ബ് ചിരിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹു ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ചിരിക്കുന്ന ഒരു റബ്ബിൽ ഞാൻ നിരാശപ്പെടുന്നില്ല. എന്റെ റബ്ബ് ചിരിക്കുന്നവനാണ് എങ്കിൽ അവനിൽ ഞാൻ നിരാശപ്പെടുന്നില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗം ഇതാണ്. അവിടുന്ന് പറഞ്ഞില്ല, നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികിൽ വരണമെന്ന് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞില്ല, നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്നോട് ആദ്യം പറയണമെന്ന് പറഞ്ഞില്ല. ആലോചിച്ചു നോക്കൂ സഹോദര, നീ നിന്റെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ അവൻ നിന്നെ തട്ടുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഔലിയാക്കന്മാരുടെ ശുപാർശയില്ലെങ്കിൽ, അവർ നിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹു നിന്നെ തിരിച്ചയക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഹയ്യുൻ സതീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, അവൻ അങ്ങേയറ്റം മറ ഇഷ്ടപ്പെടുന്നവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. തന്റെ അടിമ തന്നിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ശൂന്യമാക്കി പറഞ്ഞയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നുണ്ട്. നോക്കണം, അള്ളാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. നീ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ നീ ചോദിച്ചത് നൽകാതെ നിന്നെ തിരിച്ചയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നുണ്ട്. എന്നാൽ ഇതാ നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരോട് തേടണമെന്ന് പഠിപ്പിച്ചവർ, അവർ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ട് അവർ പറയുകയാണ്, നിങ്ങൾ ഇതാ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് ഒരു KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. നിങ്ങൾ ഔലിയാക്കന്മാർ വഴി ചോദിച്ചാൽ അത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. KSRTCയുടെ പ്രത്യേകത, അത് പോയാൽ ചിലപ്പോ എത്തും, ചിലപ്പോ എത്തൂല. എന്നാൽ ബെൻസിൽ പോയാൽ നിങ്ങൾക്ക് വേഗതയിലെത്താം. ഏത് ഇസ്ലാമിലാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർ മൈക്കയിലൂടെ ലജ്ജയില്ലാതെ പറഞ്ഞ വാക്കുകളല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഘടകവിരുദ്ധമായ വാക്കല്ലേ അത്? അല്ലാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന വാക്ക് ഈ പറഞ്ഞ വിശ്വാസവുമായി എന്ത് ബന്ധമാണ് വെച്ചു പുലർത്തുന്നത്? അതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായി മറ്റൊരിക്കൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശരിയാവുകയില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളിതാ വീട്ടിലേക്ക് കറണ്ട് എടുക്കുന്ന സന്ദർഭത്തിൽ നേരെ ട്രാൻസ്ഫോമറിൽ കൊണ്ടുപോയി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെ കറണ്ട് എല്ലാം അടിച്ചുപോകും. അതുകൊണ്ട് വീട്ടിലേക്ക് കറണ്ട് എടുക്കണമെങ്കിൽ ആദ്യം പോസ്റ്റിലേക്ക് ലൈന് വലിക്കണം, എന്നിട്ട് അത് മറ്റൊരു ലൈനിലേക്ക് വലിക്കണം. അങ്ങനെ ട്രാൻസ്ഫോമറിൽ നിന്ന് വലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ അള്ളാഹുവിനെ നിങ്ങൾ നേരിട്ട് വിളിച്ചു തേടാൻ പാടില്ല. ഇത് പറഞ്ഞ ആളുകളില്ലേ?
ഇവിടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ ഈ മലയാളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടില്ലേ? സഹോദരങ്ങളെ, ഏത് വിശ്വാസമാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. നിന്റെ പ്രയാസം പറഞ്ഞ് മനസ്സ് അലിയിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹുവിന്റെ മുൻപിലില്ല. അവൻ നിന്റെ കാര്യങ്ങൾ അറിയുന്നവനാണ്. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സമസ്തക്കാരെ, മുജാഹിദുകളെ, ജമാഅത്തുകാരെ, സംഘടനയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കേൾക്കട്ടെ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഇത് മുജാഹിദിന്റെ റബ്ബല്ല, ഇത് വഹാബിയുടെ റബ്ബല്ല, ഇത് നിങ്ങളുടെ റബ്ബാണ്, നമ്മുടെ റബ്ബാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നാൽ ഞാൻ ഇത് പറഞ്ഞത് കേട്ടതിന് ശേഷവും, എന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് കേട്ടതിന് ശേഷവും അഹങ്കാരം നടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാതെ അവനു പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അഹങ്കാരികൾ, അവർ നരകത്തിൽ നിന്ദ്യരായിക്കൊണ്ട് പ്രവേശിക്കുന്നതാണ്. ഖുർആനിൽ ആയത്താണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വഹാബി മതത്തിന്റെ തെളിവല്ല, ഇത് വഹാബികൾക്ക് പറയാനുള്ളതല്ല. ഇനിയിപ്പോ അങ്ങനെയാണല്ലോ പറയാ. വിശുദ്ധ ഖുർആനിൽ ആയത്താണിത്. ഇതിന് നിങ്ങൾക്ക് എന്തു മറുപടിയാണുള്ളത്? അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഖുർആനിൽ 6000-ൽ ചില്ലാനം ആയത്തുകളുണ്ട്. ഏതെങ്കിലും ഒരു ആയത്തിൽ, ഏതെങ്കിലും ഒരൊറ്റ ആയത്തിൽ, ഏതെങ്കിലും ഒരൊറ്റ ഹദീസിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കൂ എന്നുണ്ടോ? നിങ്ങൾ നബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നുണ്ടോ? നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ യാ നൂഹ് എന്നോ യാ ഇബ്രാഹിം എന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ. ഇങ്ങനെയല്ലേ പ്രാർത്ഥനകൾ? ഇങ്ങനെയല്ലേ ദുആകൾ? മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ദുആകൾ മുഴുവൻ ഈ രൂപത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ്. ഇവിടെ മങ്കൂസ് മൗലീദ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചാരം നേടിയ വരികളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇർതകബ്തു അലൽ ഖതാ, ഞാനിതാ തിന്മകൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഗൈറ ഹസ്റിൻ വഅദദ്, എണ്ണമില്ലാത്ത തെറ്റുകൾ ഞാനിതാ പ്രവർത്തിച്ചിരിക്കുന്നു. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സയ്യിദായവരെ, താങ്കളോടാണ് ഞാനിതാ ആവലാതി ബോധിപ്പിക്കുന്നത്. നോക്കണം, നിങ്ങൾ ആരോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത്? അള്ളാഹുവിനോടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനിതാ തെറ്റുകൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ആവലാദികൾ അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ മുന്നിലാണ് ഞാൻ വെക്കുന്നത് എന്ന് പറയുകയാണ്, അത് പറയിപ്പിക്കുകയാണ്. ആലോചിക്കണം, ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ പറയുന്ന വാക്കുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമ ലാ യുബാലിഹാ. ഒരു മനുഷ്യൻ ചിലപ്പോൾ അറിയാതെ ഒരു വാക്ക് പറയും. അവൻ ആ വാക്കിന് വലിയ ഗൗരവം കൽപ്പിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷേ ആ വാക്ക് കാരണത്താൽ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കണം. ഞാനിതാ തെറ്റുകൾ ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ പറയുകയാണ്. ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ,
അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇതാ എന്റെ അടിമകളെ, നിങ്ങൾ ഭൂമി നിറയെ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് എന്റെ അരികിൽ വരികയും നിങ്ങൾ ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഭൂമി നിറയെ പാപമോചനവുമായി നിങ്ങൾക്കരികിലേക്ക് വരുന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. തെറ്റ് ചെയ്താൽ ആരോട് ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അള്ളാഹുവിനോട് ചോദിക്കാനാണ്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ അവിടുന്ന് പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത്. അല്ലാഹുവേ, നീയല്ലാതെ തിന്മകൾ പൊറുക്കുന്നവനായി ഒരാളും തന്നെയില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണത്. അവിടുന്ന് പറഞ്ഞു, ഒരാൾ രാവിലെ അത് ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുൻപ് അവൻ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെയാകുന്നതിന് മുൻപ് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. ആരോട് തൊടാനാ പറഞ്ഞത്? ആരോട് ചോദിക്കാനാ പറഞ്ഞത്? അള്ളാഹുവിനോട് ചോദിക്കാനാണ് പറഞ്ഞത്. റഹ്മാനും റഹീമുമായ റബ്ബിന്റെ അടിമകളെ, നിങ്ങൾ ഒരിക്കലും ജാറത്തിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ലോകങ്ങൾക്ക് റഹ്മത്തായി നിയോഗിക്കപ്പെട്ട മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. നിന്റെ മാതാവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പാഠം നമ്മൾ പഠിക്കേണ്ട പാഠമാണ്.